സിദ്ധുവിന്റെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ മോളെ. എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേനെ. ഞാൻ പറയുന്നത് നിത്യമോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ടല്ലേ? കണ്ണുകളിലെ ഈ ചലനം ഒരു പോസിറ്റീവ് സിമ്പിൾ ആണെന്നാ നിരഞ്ജൻ സാറ് പറഞ്ഞത്. ഇനി അത് കൈകളിലേക്കും കാലുകളിലേക്കും വരും. പിന്നെ നാവിന് ചലനശേഷി കിട്ടും, സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം നിത്യക്കുട്ടി ചാടി എഴുന്നേറ്റിരിക്കും. ചാടി എഴുന്നേറ്റ് ഈ ലോകത്തിന് 3 വലം വെച്ചിട്ട് വരും. അതേടാ, ലോകത്തിന് വലം വെക്കുക തന്നെ ചെയ്യും. അന്ന് മറ്റു ചിലരുടെ ലോകം കീഴ്മേൽ മറിയുകയും ചെയ്യും. ഒരു പുല്ലും സംഭവിക്കത്തില്ലടി. നിനക്കെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടുത്തെ അമ്മയ്ക്കിപ്പോ നിന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. നാളെ ഇവിടുത്തെ അച്ഛനും നിന്നോട് മുഖം കറുപ്പിക്കും. അവസാനം നീ വെന്ത് നീറി ഈ വീടിന്റെ പടിയിറങ്ങും. അപ്പൊ പടിക്കപ്പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഒരു വാഹനം ഉണ്ടാവും. ശരത്തിന്റെ സ്വന്തം വാഹനം. കേട്ടോ നിത്യക്കുട്ടി? അങ്ങനെ നിന്റെ ശരത്തേട്ടൻ നിന്റെ ഏട്ടത്തി അങ്ങ് കൊണ്ടുപോകും. പിന്നൊരു ദിവസേ ഞങ്ങള് നിന്നെ കാണാൻ വരും. അപ്പൊ ശരത്തേട്ടൻ കെട്ടിയ ഒരു താലി ഞങ്ങളുടെ കഴുത്തി കാണും. അന്ന് നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും ചേർന്ന് അവളെ ചൂലുകൊണ്ട് അടിച്ചിറക്കുന്നത് നിനക്ക് കാണാം. എത്ര മനോഹരമായ കാഴ്ചകളായിരിക്കും. അതൊന്ന് ഓർത്ത് നോക്കിയേ. ഇതൊക്കെ കുറെ കാലമായിട്ടുള്ള നിന്റെ സങ്കല്പങ്ങളല്ലേ? എന്റെ സങ്കല്പങ്ങളിലേക്കുള്ള യാത്ര സത്യമാക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്.